അക്രൂരന്റെ ആഗമനം, മധുരാപ്രവേശം, കംസവധ, ഉദ്ധവം, വൃന്ദാവനയാത്ര, ദ്വാരകാ നിർമ്മാണം, കാലയവനെ മുജുകുന്ദനെ കൊണ്ട് നശിപ്പിച്ചതും, വിദർഭരാജകുമാരിയായ രുക്മിണിയുടെ ശരണാഗതിയും, രുക്മിണി ഭരണവും, രുക്മിണി കല്യാണവും, രുക്മിണി സ്മരണം, രുക്മിണി ഹരണം, രുക്മിണി വരണം. പ്രധാനമായും ഈ മഹായജ്ഞവേദിയിൽ നമുക്ക് പാരായണം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. വസുദേവ ദേവകീ സാന്നിധ്യത്തിൽ നന്ദഗോപ യശോദാദികളെയും മറ്റു പൗരാണിക വൃന്ദങ്ങളെയും സാക്ഷ്യം നിർത്തി താളമേള വാദ്യങ്ങളെ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ ദേവദുന്ദുഭി നാദങ്ങൾ, ശംഖനാദങ്ങൾ, ആർപ്പുവിളികൾ, വായ്ക്കുരവകൾ, പുഷ്പവൃഷ്ടി തുടങ്ങി മംഗളശബ്ദങ്ങളാൽ നിറഞ്ഞ മണിമണ്ഡപത്തിൽ സർവലോക ശരണ്യവത്താനുഗ്രഹ കാതരൻ ദീനവത്സരൻ ഹരിചന്ദന ചർച്ചിതൻ കൗസ്തുഭ മുക്തകാന്തകനുമായ ഭഗവാൻ ശൂരസേനവർമാവിന്റെ നക്താവും പൗത്രനും വസുദേവവർമാവിന്റെ പുത്രനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ മിന്നൽക്കൊടി പോലുള്ള ഹംസാങ്കിതമായ പട്ടുവസ്ത്രം ധരിച്ചവളും സർവാഭരണ വിഭൂഷിതയും വിദർഭരാജാവിന്റെ പുത്രിയുമായ രുക്മിണിയുടെ കഴുത്തിൽ വരണമാല്യം ചാർത്തി പത്നീപദം പ്രദാനം ചെയ്ത് രുക്മിണി രമണനായി സർവലോക താപങ്ങളെ പോക്കി അനുഗ്രഹിക്കുന്ന മംഗളസ്വരൂപനായ മാരുതപുരാധീശന്റെ ദിവ്യചരിതം തൃപ്പടിക്കാലത്ത് വരുന്ന ദേശനാഥന്മാരുടെ സങ്കേതത്തിങ്കലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞശാലയിൽ വൈകുന്നേരത്തോടുകൂടി രുക്മിണി സ്വയംവരം ഭാഗം പാരായണം ചെയ്ത് ഗുരുവായൂരപ്പന്റെ ദേശനാഥന്മാരുടെ നിശ്ചയവഴികളിൽ സമർപ്പിക്കുമ്പോൾ ഭക്തജനങ്ങൾ ഏവരെയും ഈ മഹായജ്ഞശാലയെ ഒരു കല്യാണ മണ്ഡപമാക്കി മാറ്റിക്കൊണ്ട് രുക്മിണി സ്വയംവര ഭാഗം ആചാര്യ ശ്രേഷ്ഠന്മാർ പാരായണം ചെയ്ത് സമർപ്പിക്കും. എല്ലാ ഭക്തജനങ്ങളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും കുട്ടികളെയും ഒത്തെത്തിച്ചേരണമെന്ന് കൂടി അറിയിച്ചു.